ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 1 അധ്യായം 19 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി ജീവനും മരണവും ക്രിസ്തുവിന് വേണ്ടി എന്ന് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുന്നു. ജീവിക്കുന്നിടത്തോളം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലക്ഷ്യം. സുവിശേഷത്തിൻ്റെ വിത്ത് വിതറുന്നതിന് വേണ്ടിയുള്ള തൻ്റെ ജീവിതം ശാരീരിക മരണം കൊണ്ട് നഷ്ടമാകുന്നില്ല. കാരണം മരണത്തോടുകൂടി ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ ക്രിസ്തുവിൻ്റെ തേജസ്സിലുള്ള കൂട്ടായ്മയിൽ വിശ്വാസികൾ വളരുന്നു എന്നത് തന്നെ 1 അധ്യായം 22 തിരുവചനം. ലോകത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക എന്നതിന് അനാലൂസെ എന്ന ഗ്രീക്ക് ക്രിയാപദം ഉപയോഗിക്കുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം ഒരു കപ്പൽ തുറമുഖത്തു നിന്നും വേർപെടുക അഥവാ ഡിപ്പാർട്ട് എന്നാണ്. സുറിയാനി ഭാഷയിൽ വിരമിക്കുക എന്ന അർത്ഥത്തിൽ ഇഫ്താർ എന്ന ക്രിയയാണ്. കാരാഗ്രഹത്തിൽ നിന്നും മാറി സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥമല്ല. മരണം മൂലം ഈ ലോകം വിട്ടുപിരിയുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മരണശേഷം ക്രിസ്തു സാന്നിധ്യത്തിലുള്ള സന്തോഷം, കൂടുതലായി അനുഭവിക്കാവുന്ന വിശ്വാസം, മനസ്സാന്തര ജീവിതത്തിൻ്റെ സജീവമായ അനുഗ്രഹാവസ്ഥയെ വെളിവാക്കുന്നു. 1 തെസ്സലോനിക്കൽ 4:17, 5:10. ക്രിസ്തുവിൻ്റെ വരവിൽ പൂർണ്ണമായി യാഥാർത്ഥീകരിക്കപ്പെടുവാനുള്ള ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ സന്തോഷം മരണശേഷം തന്നെ ആസ്വദിക്കുവാൻ കഴിയുമെന്നത് 2 കൊരിന്ത്യർ 5:2, 6:8, കൊലോസ്യർ 3:3 സ്പഷ്ടമാക്കുന്നു. തുടർന്ന് അവിടെ വെളിപ്പെടുത്തുന്നത് പൗലോസിൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ്. ക്രിസ്തുവിന് വേണ്ടി ഈ ലോകപ്രവർത്തനങ്ങളിലായിരിക്കുന്നതിലുള്ള സന്തോഷം സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസിനുമുണ്ട്. എങ്കിലും വ്യക്തിപരമായി ക്രിസ്തു സാന്നിധ്യ സന്തോഷം അതിൽ വലുതായി താൻ കണക്കാക്കി. ആയതിനാൽ സഭയുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തു പൗലോസിന് കാരാഗ്രഹത്തിലും അതിനുശേഷവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവസരം കൊടുക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി 1 അധ്യായം 26 തിരുവചനത്തിലും അപ്പോസ്തല പ്രവർത്തികൾ 20:1, 3, 6 കൂടി വെളിപ്പെടുത്തുന്നു. മരിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആത്മീയ ആനന്ദം പൂർത്തീകരിക്കപ്പെടുമെങ്കിലും തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കും ഫലപ്രദമായ അധ്വാനത്തിനും വേണ്ടിയുള്ള സ്വന്തം ആഗ്രഹം മാറ്റിവെക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നു. ഫിലിപ്പിയർ 2 പിന്നീട് വിവരിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൃത്യമായ സ്വയം ശൂന്യമാക്കൽ അഥവാ കെനോസിസ് ഇത് പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ പൗലോസിൻ്റെ ഈ തിരിച്ചുവരവ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുകയും അപ്രകാരം ക്രിസ്തുവിൻ്റെ നാമം കൂടുതലായി ഫിലിപ്പിയറിൽ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 16 തിരുവചനത്തിൽ പറയുന്നത് പോലെ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കട്ടെ. അതെ, പൗലോസ് അപ്പോസ്തലനെ പോലെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെപ്പോലെ, അദ്ദേഹത്തിൻ്റെ സുവിശേഷ ജീവിതത്തെപ്പോലെ നാം ഓരോരുത്തരും മുഖാന്തരം ക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.